നിർത്തടി. നീ എന്താ പറഞ്ഞത്? പുറത്തിറങ്ങാനോ? ഇറങ്ങാനല്ല, ഇറക്കിക്കൊണ്ട് പോവാനാ ഞാൻ വന്നത്. കുറച്ച് കാര്യങ്ങൾ ഇയാളുമായിട്ട് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വിട്ടേക്കാം. അവളുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യരുതെന്ന്. ഒരു കുടുംബത്തെ ബ്രേക്ക് ചെയ്തതിന് കുഴപ്പമില്ല അല്ലേടി? ദേ, അനാവശ്യം പറയരുത്. MLA ആണെന്നുള്ളത് ഞാനങ്ങ് മറക്കും. നീ തല്ലൂന്നാണോ? എന്നാ ഒന്ന് തല്ല്. എടി ദേവി വേണ്ട. നീ മിണ്ടിപ്പോരുത്. പറയാനുള്ളത് അവർ തമ്മിൽ പറഞ്ഞോളൂ. മനസ്സിലായോ? വേറെ ആരും ഇതിൽ ഇടപെടണ്ട. അത് പറയാൻ താൻ ആരോടോ? എല്ലാം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ചെല്ല്. പ്ലീസ്. ഇസബല്ല, എന്താടി നിനക്കെന്നെ തല്ലണ്ടേ? നീ എന്താ പറഞ്ഞേ? MLA ആണെന്ന് നീ മറക്കുന്നോ? നോക്ക്, ഞാനത് നേരത്തെ മറന്നതാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ 5-ാം നമ്പർ മുറിയിലുണ്ടെന്നുള്ള വിവരം കിട്ടിയ നിമിഷം ഞാൻ എന്റെ പദവിയൊക്കെ അങ്ങ് മാറ്റിവെച്ചു. വെറും ദേവികയായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഓ, അപ്പൊ സംശയരോഗമാണല്ലേ? രോഗം എനിക്കല്ല, നിനക്കാ. അതിനുള്ള മരുന്നുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. അത് ഞാൻ പുറകെ തരുന്നുണ്ട്. നോക്ക് ദേവിക, നിന്റെ ഭർത്താവിനെ ആരും തട്ടിയെടുത്തിട്ടില്ല. അത് മാത്രമല്ല, വിവാഹിതരായാലും സുഹൃത്തിനോ പരിചയക്കാർക്കോ ഒപ്പം താമസിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ അവകാശമില്ലെന്ന് കോടതി വിധിയുണ്ട്. ഗിരീഷേട്ടൻ കേട്ടോ തമാശ പറയുന്നത്? അവകാശം സ്ഥാപിക്കാനാ നമ്മൾ വന്നതെന്ന്. എന്റെ പൊന്നു മോളെ, വെറുതെ തരാന്ന് പറഞ്ഞാൽ പോലും ഇനി ഇതിനെ എനിക്ക് വേണ്ട. നീ എടുത്തോ. ഇയാളുടെ മേൽ എനിക്ക് അവകാശം ഇല്ലാന്ന് എഴുതി ഒപ്പിട്ട് തരാം. മുദ്രപത്രം കൊണ്ടുവാ, ഈ നിമിഷം ഒപ്പിട്ട് തരാം. പിന്നൊരു കാര്യം, കൈ ഒഴിഞ്ഞ സാധനം പിന്നീട് തിരിച്ചെടുക്കാൻ ഞാൻ വരില്ല. നീ തന്നെ ചുമന്നോണം.